ഗുജറാത്ത് 1960 മെയ് 1 ഗുജറാത്ത് സംസ്ഥാനം നിലവിൽ വന്നു. ഗാന്ധിനഗറാണ് ഗുജറാത്തിന്റെ തലസ്ഥാനം. ഗ്രേറ്റർ ഫ്ലെമിംഗോയാണ് ഗുജറാത്തിന്റെ ഔദ്യോഗിക പക്ഷി. ഗുജറാത്തിന്റെ ഔദ്യോഗിക മൃഗം സിംഹമാണ്. ഗുജറാത്തിന്റെ ഔദ്യോഗിക പുഷ്പം മാരിഗോൾഡാണ്. പേരാലാണ് ഗുജറാത്തിന്റെ ഔദ്യോഗിക വൃക്ഷം. ഗുജറാത്തിന്റെ ഹൈക്കോടതി അഹമ്മദാബാദ് ഹൈക്കോടതിയാണ്. പ്രാചീന കാലത്ത് ഗർജരം എന്നറിയപ്പെട്ട ഇന്ത്യൻ സംസ്ഥാനം ഗുജറാത്താണ്. ഇന്ത്യയിലെ രണ്ടാമത്തെ ആസൂത്രിത നഗരം ഗാന്ധിനഗർ ആണ്. ഗാന്ധിനഗർ രൂപകൽപ്പന ചെയ്തത് ലെ കോർബൂസിയർ ആണ്. ഗുജറാത്തുമായി അതിർത്തി പങ്കിടുന്ന വിദേശ രാജ്യം പാകിസ്ഥാനാണ്. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ഇന്ത്യൻ സംസ്ഥാനം ഗുജറാത്താണ്. ഇതിഹാസങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഗുജറാത്താണ്. ഇന്ത്യയുടെ ഏറ്റവും പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് ഗുജറാത്ത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നിലക്കടല ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഗുജറാത്താണ്. ഗാന്ധിജിയുടെ പേരിൽ അറിയപ്പെടുന്ന തലസ്ഥാനമുള്ള ഇന്ത്യൻ സംസ്ഥാനം ഗുജറാത്താണ്. കാലാവസ്ഥാ വ്യതിയാന വകുപ്പ് ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഗുജറാത്താണ്. ഗുജറാത്ത് ഭൂകമ്പത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇറങ്ങിയ മലയാള സിനിമയാണ് കാഴ്ച. തുണിത്തരങ്ങളുമായി ബന്ധപ്പെട്ട കാലിക്കോ ടെക്സ്റ്റൈൽ മ്യൂസിയം അഹമ്മദാബാദാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ തലസ്ഥാനേതര നഗരം അഹമ്മദാബാദാണ്. ഇന്ത്യയുടെ ജുറാസിക് പാർക്ക് എന്നറിയപ്പെടുന്ന ഉദ്യാനം ഇന്ദ്രോഡ ജിനോസർ ആൻഡ് ഫോസിൽ പാർക്കാണ്. സാമ്പത്തിക പ്രതിസന്ധിക്കും അഴിമതിക്കുമെതിരെ 1974 ഗുജറാത്തിൽ നടന്ന കലാപമാണ് നവനിർമാൺ ആന്തോളൻ. ഏറ്റവും കൂടുതൽ പാഴ്ഭൂമിയുള്ള ഇന്ത്യൻ സംസ്ഥാനം ഗുജറാത്താണ്. 1600 കിലോമീറ്ററാണ് ഗുജറാത്ത് സംസ്ഥാനത്തിൻ്റെ കടൽത്തീര ദൈർഘ്യം. സംസ്ഥാനം രൂപം കൊണ്ടതു മുതൽ മദ്യനിരോധനമുള്ള ഇന്ത്യൻ സംസ്ഥാനം ഗുജറാത്താണ്. തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പുകളിൽ വോട്ട് ചെയ്യൽ നിർബന്ധമാക്കിയ ഇന്ത്യൻ സംസ്ഥാനം ഗുജറാത്താണ്. ഇന്ത്യയിൽ ആദ്യമായി ധവള വിപ്ലവം ആരംഭിച്ച സംസ്ഥാനം ഗുജറാത്താണ്. ഗുജറാത്തിൽ നിന്നാണ് സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ ഏറ്റവും കൂടുതൽ അവശേഷിപ്പുകൾ കണ്ടെത്തിയത്. ലോത്തൽ, ധോളവീര എന്നീ സിന്ധു നദീതട നാഗരികതകൾ ഗുജറാത്തിലാണ്. ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്ത് ശങ്കരാചാര്യർ സ്ഥാപിച്ച മഠമാണ് ദ്വാരക മഠം. ഇന്ത്യയിലെ ആദ്യത്തെ തുറമുഖ നഗരം ലോത്തലാണ്. തൊഴിലില്ലായ്മ ഏറ്റവും കുറവുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് ഗുജറാത്ത്. അങ്കലേശ്വർ എണ്ണപ്പാടം സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലാണ്. ഇന്ത്യയിലെ ആദ്യ വിൻഡ് ഫാം ഗുജറാത്തിലാണ്. സുപ്രീം കോടതിയുടെ അന്വേഷണ കമ്മീഷന് മുൻപിൽ ഹാജരാകേണ്ടി വന്ന ആദ്യ മുഖ്യമന്ത്രി നരേന്ദ്രമോദിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ മറൈൻ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് പിറോട്ടയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ജില്ലയായ കച്ച് ഗുജറാത്ത് സംസ്ഥാനത്തിലാണ്. ഭാരതീയ വിദ്യാഭവൻ, വന മഹോത്സവം എന്നിവ രൂപീകരിച്ചത് KM മുൻഷിയാണ്. കൊയാലി ഗുജറാത്തിൽ സ്ഥിതി ചെയ്യുന്ന എണ്ണ ശുദ്ധീകരണശാലയാണ്. ഗുജറാത്തിലെ ജാംനഗർ എന്ന സ്ഥലത്താണ് റിലയൻസ് എണ്ണ ശുദ്ധീകരണശാല. ഗുജറാത്തിലെ ബറോഡയിലാണ് റിലയൻസ് സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ആദ്യ പ്രത്യേക സാമ്പത്തിക മേഖലയായ കണ്ട്ല ഗുജറാത്തിലെ മേജർ തുറമുഖമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ പൊളിക്കൽ കേന്ദ്രമായ അലാങ് ഗുജറാത്തിലാണ്. അലാങ് കപ്പലുകളുടെ ശവപ്പറമ്പ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ തുറമുഖമായ പിപവാവ് ഗുജറാത്ത് സംസ്ഥാനത്തിലാണ്. ഗുജറാത്തിലെ പ്രധാന നദികളാണ് സബർമതി, നർമ്മദ, താപ്തി, മാഹി എന്നിവ. താപ്തി നദിയിൽ സ്ഥിതി ചെയ്യുന്ന ജലവൈദ്യുത പദ്ധതികളാണ് കക്രപ്പാറ, ഉഗായി, സർദാർ സരോവർ. നർമ്മദ ബച്ചാവോ ആന്തോളൻ്റെ നേതാവ് മേധാ പട്കർ ആണ്. സർദാർ സരോവർ പദ്ധതിക്കെതിരെ പ്രവർത്തിച്ച പരിസ്ഥിതി സംഘടനയാണ് നർമ്മദ ബച്ചാവോ ആന്തോളൻ. വർഗീസ് കുര്യനാണ് ഇന്ത്യയിൽ ധവള വിപ്ലവത്തിന് നേതൃത്വം കുറിച്ചത്. ആനന്ദ് എന്ന സ്ഥലത്തു നിന്നുമാണ് ധവള വിപ്ലവത്തിന് തുടക്കം കുറിച്ചത്. വർഗീസ് കുര്യൻ്റെ പ്രധാന കൃതികളാണ് ഐ ടു ഹാഡ് എ ഡ്രീം ആൻഡ് അൺഫിനിഷ്ഡ് ഡ്രീം എന്നിവ. നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡിൻ്റെ ആസ്ഥാനം ആനന്ദാണ്. ആനന്ദ് തന്നെയാണ്
ഇന്ത്യയിലെ ആദ്യത്തെ മിൽക്ക് ATM സ്ഥാപിതമായ സ്ഥലവും. ഓപ്പറേഷൻ ഫ്ലഡ് എന്നത് ധവള വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. കത്തിയവാഡ എന്ന നാട്ടുരാജ്യമാണ് ഇന്ത്യയിൽ ആദ്യമായി തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയത്. ഗുജറാത്തിൽ സ്ഥിതി ചെയ്യുന്ന ഏക ഹിൽ സ്റ്റേഷനാണ് ഗിർനാർ. നഗരത്തിലെ മുഴുവൻ ഭാഗവും CCTV സ്ഥാപിച്ച നഗരം ഗുജറാത്തിലെ സൂററ്റാണ്. ഗാന്ധിജി സ്ഥാപിച്ച സബർമതി ആശ്രമം സ്ഥിതി ചെയ്യുന്നത് അഹമ്മദാബാദിലാണ്. ഡനീം സിറ്റി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന സ്ഥലം അഹമ്മദാബാദാണ്. ISROയുടെ സ്പേസ് ആപ്ലിക്കേഷൻ സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത് അഹമ്മദാബാദിലാണ്. അഹമ്മദാബാദ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ലോഗോ സ്വസ്തികയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ യോഗ സർവകലാശാലയായ ലാഗു ലിഷ് അഹമ്മദാബാദിലാണ്.